ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിയാലുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റിസോർട്ട് ആംബിയൻസിൽ നമുക്ക് സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കാം. ഇപ്പോൾ ഈ ചുറ്റുവട്ടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിസോർട്ട്സൊക്കെ ഒത്തിരിയധികം ഉണ്ട് കേട്ടോ. നമുക്ക് ഈ വെള്ളയാണി കായൽ ബേസ് ചെയ്തിട്ടുള്ള റിസോർട്ട്സൊക്കെ ഒത്തിരിയധികം ഉണ്ട്. പക്ഷേ നമുക്ക് ഈ റിസോർട്ടിലൊക്കെ ഒന്ന് തങ്ങണതിനേക്കാളും നമ്മുടെ സ്വന്തം വീട്ടിൽ ഒരു റിസോർട്ട് ആംബിയൻസിൽ തങ്ങി എങ്ങനെ ഉണ്ടാവും? ദേ കാണുന്ന നമ്മുടെ വെള്ളയാണി കായലിന് തൊട്ടരികത്തായിട്ട് 9 സെൻറ്റിൽ ഏകദേശം 1850 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടോട് കൂടിയാണ് വിൽപ്പനയ്ക്കുള്ളത്. ഈ വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, അതിൻ്റെ വർക്കുകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള പണി ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് ഈ വീട്ടിൽ കയറി താമസിക്കാം. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. തിരുവനന്തപുരം സിറ്റിയുടെ തന്നെ പ്രോക്സിമിറ്റിയിൽ നല്ല അടിപൊളി ഒരു ആംബിയൻസിൽ, അതായത് ഇതുപോലെ നാച്ചുറൽ വൈബിലൊക്കെ നിങ്ങൾക്ക് വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ കിടിലം പ്രോപ്പർട്ടിയാണ്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നമ്മൾ NH നിന്ന് വരുമ്പോഴത്തേക്കും വെള്ളയാണി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ്, അങ്ങനെ വരുമ്പോഴത്തേക്കും വലതുവശത്തായിട്ട് തന്നെ വെള്ളയാണി ദേവീക്ഷേത്രം കാണാം. അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ വരുമ്പോൾ മുകളൂർ മൂല വിവേകാനന്ദ നഗർ എന്ന് പറഞ്ഞ് നമുക്ക് വലതുവശത്തായിട്ട് തന്നെ ഒരു ബോർഡ് കാണാം. അവിടെ ഒരു പൗരസമിതി അങ്ങനെയൊക്കെ പറഞ്ഞൊരു ബോർഡ് കാണാൻ സാധിക്കും. ആ റോഡ് വഴി നമുക്ക് അകത്തേക്ക് 1/2 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ശരിക്കും നമുക്ക് വെള്ളയാണി കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. കായലിനോട് ചേർന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെള്ളമൊന്നും ഇങ്ങോട്ട് കയറത്തുമില്ല കേട്ടോ. ഏകദേശം നമുക്ക് അവിടെ ഒരു വാട്ടർ ലെവൽ മാക്സിമം വരുന്ന ഒരു മാർക്കുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. കാരണം അതിന് ശേഷമായി കഴിഞ്ഞാൽ വെള്ളം അതിന് മേളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാം നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗതാഗതം എല്ലാം തടസ്സപ്പെടുന്ന രീതിയിലാവും. നമ്മൾ പല വാട്ടർ ഫ്രണ്ടേജ് പ്രോപ്പർട്ടീസും പറയുന്ന സമയത്ത് പല ആൾക്കാർക്കും ഒരു ഡൗട്ട് വെള്ളം കയറുമെന്നുള്ളതാണ്. ഇവിടെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം, വെള്ളം കയറത്തില്ല. ചുറ്റുവട്ടം ഈ കാണുന്ന പോലെ വീടുകളുള്ള നല്ല അടിപൊളി ഒരു ലൊക്കേഷനാണ്. നമുക്ക് ഈ റോഡ് നേരെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കായലിലേക്ക് എൻട്രൻസ് വരും. ഇതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് കാന്താരി ബ്ലൈൻഡ് സ്കൂൾ എന്ന് പറഞ്ഞ് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിനോട് ചേർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ്. ഈ വീടിൻ്റെ വർക്ക് വന്നിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്കിതിനകത്ത് ബാക്കിയുള്ള ഫ്ലോറിങ്ങിൻ്റെ വർക്ക്, ഇൻറ്റീരിയർ വർക്ക്, ഇങ്ങനെയുള്ള വർക്കുകൾ ഫിനിഷ് ചെയ്ത് നമുക്കിത് കയറി താമസയോഗ്യമാക്കാവുന്നതാണ്. ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത്. 2-3 വണ്ടികൾ സുഖമായിട്ട് നമ്മുടെ മുറ്റത്ത് കിടക്കും. ആ രീതിയിൽ സ്പേസ് വരും. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു വശം വരുന്നത്. വീടിന് ചുറ്റും നമുക്ക് എന്തെങ്കിലും ചെടികളോ അല്ലെങ്കിൽ ഇതുപോലെ പച്ചക്കറി കൃഷിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം നല്ലതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും. മറുവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ചുറ്റുവട്ടമാണ് നമുക്ക് വീടിന് ചുറ്റുമുള്ളത്. ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെയും ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു കാർ പോർച്ച് നമുക്ക് ഈ സൈഡിലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഈ സൈഡിലോട്ട് കയറ്റി പാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റം കിട്ടുന്നുണ്ടാവും. ഇവിടെ നിന്ന് പിൻവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ച പോലെ വെള്ളയാണി കായൽ നമുക്ക് നല്ല അടുത്തായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ വന്നാൽ ഭയങ്കര തണുപ്പാണ്. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയം ഉച്ചയ്ക്ക് 1 മണിയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും നല്ല കിടില ആംബിയൻസിലുള്ള ഒരു ലൊക്കേഷൻ. ഈ കാണുന്ന കോമ്പൗണ്ടെല്ലാം നമ്മുടെ ഈ കാന്താരി ബ്ലൈൻഡ് സ്കൂളിൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ്. അവരുടെ മീൻ കൃഷിയൊക്കെയാണ് ദേ കാണുന്നത് കേട്ടോ. ഇവിടെ ഒരു ടാങ്കൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മീൻ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ താഴെ നമ്മുടെ ആ ഒരു ചെറിയ കൂടുകൾ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അതിലൊരു റെഡ് കളർ മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഇവിടെ ഏറ്റവും മാക്സിമം വന്നു കഴിഞ്ഞാലും അതുവരേക്ക് വരുന്നുള്ളൂ. പിന്നെ ഇപ്പം വിഴിഞ്ഞം തുറമുഖം നമുക്കിവിടെ നിന്ന് വളരെ അടുത്താണ്. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ശുദ്ധജലം സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഈ വെള്ളയാണി ഇവിടെ നിന്ന് ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ ആഴം കൂട്ടി ആ രീതിയിലുള്ള ട്രെഞ്ചിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1850 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം വീടാണ് നമുക്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഫ്ലോറിംഗ് വർക്കുകളൊക്കെ ഇനി ചെയ്യാനുണ്ട്. ബാക്കിയുള്ള ഈ പ്ലാസ്റ്ററിങ് എല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ മുൻവശത്തുള്ള വാതിൽ, ഒരു റൂമിലുള്ള ടൈൽ വർക്കും ഒരു ടോയ്ലറ്റും ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഭാഗത്തായിട്ട് നമ്മുടെ ലിവിങ് സ്പേസ് വരും. ഇവിടെ ഒരു ചെറിയൊരു ലിവിങ് സെറ്റ് ചെയ്യാം. ഇവിടെയായിട്ട് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് 2 ബെഡ്റൂംസ് ഉണ്ട്. 1, 2 അങ്ങനെ 2 ബെഡ്റൂംസ് താഴത്തെ നിലയിൽ വരുന്നുണ്ട്. ഈ ഒരു റൂമിൽ നമുക്കുള്ള ഫിനിഷിങ് വർക്കുകൾ ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇപ്പോൾ ഈ ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം വെച്ചിരിക്കുന്നത് സെറയുടെ ഫിറ്റിങ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് 2ാമത്തെ ബെഡ്റൂം വരും. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിയുള്ള വർക്കുകളൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ല. ആ വർക്കുകൾ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും. ഇവിടെയായിട്ട് വർക്ക് ഏരിയ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ആ ഭാഗം നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു.
ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് വീണ്ടും കിട്ടും കേട്ടോ. ഇവിടെ വേണമെങ്കിൽ TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു പ്രൈവറ്റ് ലിവിങ് ഏരിയയ്ക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇവിടെ ആയിട്ട് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം വരും. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. നമുക്ക് ഈ മേളത്തെ സ്പേസിന് ഈ കാണുന്ന പോലെ വലിയൊരു ബാൽക്കണി സ്പേസ് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ ടെറസും ഉണ്ട്. ഈ ഓപ്പൺ ടെറസിൽ നമുക്കിതുപോലെ ഒരു ഹാഫ് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. അവിടെയായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വയ്ക്കാം. തുണിയൊക്കെ ഇവിടെ തന്നെ ഉണങ്ങാനിടാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും ടെറസിലേക്ക് കയറാവുന്നതാണ്. ഇവിടെയൊക്കെ ഇതുപോലെ ഈ പൈപ്പൊക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ തുണിയെല്ലാം ഇവിടെ തന്നെ ഇടാം. നമുക്കിവിടെ തന്നെ ഒന്ന് കുറച്ച് കസേരകൾ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് കായലും കണ്ടിരുന്ന് കഴിഞ്ഞാൽ സമയം പോകണത് അറിയത്തില്ല കേട്ടോ. അത്രയ്ക്കും നല്ല ആംബിയൻസ്, അത്രയും നല്ല കാറ്റൊക്കെയുള്ള കിഡിലൻ ലൊക്കേഷൻ. അപ്പോൾ ഈ പ്രോപ്പർട്ടി മിസ്സാക്കണ്ട. നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഇതിന് ഉദ്ദേശിക്കുന്ന വില 1,30,00,000 രൂപയാണ്. ടോട്ടലായിട്ട് 9 സെൻറ്റിന് മേളിലോട്ട് വരുന്ന സ്ഥലമുണ്ട്. ഈ വീടിന് നമുക്ക് എങ്ങനെയായാലും ഒരു 15-20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇൻറ്റീരിയർ അടക്കം നമുക്ക് പൂർണ്ണമായിട്ടും തീർത്ത് ഇതിൻ്റെ ഫർണിഷിംഗ് എല്ലാം ചെയ്ത് കയറാൻ സാധിക്കും. അതായത് ഇനി ഇതിനകത്ത് വരുന്ന വർക്കുകൾ, ഫ്ലോറിങ്ങിൻ്റെ പണിയുണ്ട്, ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് ചെയ്യണം, ഇൻറ്റീരിയർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പെൻഡിങ് ഉള്ളത്. പിന്നെ ബാക്കിയുള്ള പെയിൻറ്റിങ് വർക്ക് ഏകദേശം ഒരു 20 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ വർക്കുകളെല്ലാം തീർത്ത് ഈ ഒരു വീട് താമസയോഗ്യമാക്കി മാറ്റാൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്. സിറ്റിയുടെ തൊട്ടടുത്ത്, അതായത് സിറ്റിയിൽ നിന്ന് വളരെ അടുത്താണ് കേട്ടോ. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തിരുവല്ലം കയറാൻ ആ രീതിയിലൊക്കെ ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനിൽ ഇതുപോലൊരു നാച്ചുറൽ വൈബിൽ പ്രോപ്പർട്ടി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്സാക്കണ്ട.